ബഹുമാന്യരായ നേതാക്കന്മാരെ, ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം, ഐതിഹാസികമായ ചരിത്ര വിജയം നേടിയ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ വിജയത്തിൻ്റെ തേര് തെളിയിച്ച പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ വിജയത്തിനായി അവസാനം വരെ പോരാടിയ സ്ഥാനാർത്ഥികളായി മത്സരിച്ച പ്രിയപ്പെട്ടവരെ, ഈ മഹാപഞ്ചായത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന സഹപ്രവർത്തകരായ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ആദ്യമേ തന്നെ ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിത്തന്ന ഐക്യജനാധിപത്യ മുന്നണിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ചരിത്ര വിജയം നേടിത്തന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും എന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായി, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായി, കോർപ്പറേഷൻ കൗൺസിലർമാരായി, അതോടൊപ്പം തന്നെ മുനിസിപ്പൽ കൗൺസിലർമാരായി തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. മേയർമാരായി 4 മേയർമാർ നമുക്കുണ്ടായി. 7 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ UDF-ന് കിട്ടി. കേരളത്തിലെ പഞ്ചായത്തുകളിൽ ബഹുഭൂരിപക്ഷം നമ്മൾ പിടിച്ചെടുത്തു. മുനിസിപ്പാലിറ്റികളിൽ നമുക്ക് നിർണായകമായ മുന്നേറ്റമുണ്ടായി. ബ്ലോക്ക് പഞ്ചായത്തിലും നമ്മൾ ചരിത്ര വിജയം നേടിയിരിക്കുകയാണ്. ഇതിനായി പരിശ്രമിച്ച, ഈ വിജയത്തിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും, പാർട്ടിയുടെ വാർഡ് കമ്മിറ്റികൾ, മണ്ഡലം കമ്മിറ്റികൾ, ബ്ലോക്ക് കമ്മിറ്റികൾ ഉൾപ്പെടെ താഴെത്തട്ടിൽ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനു വേണ്ടി രാപകലില്ലാതെ അധ്വാനിച്ച മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഞാൻ ഈ അവസരത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ്. ചരിത്രപരമായ ഒരു വിജയമാണ് നാം നേടിയിരിക്കുന്നത്. തീർച്ചയായും 3 മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി 100-ലധികം സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടായിരിക്കുന്നത്. യാതൊരു സംശയവുമില്ല. നമ്മുടെ നേതാക്കന്മാർ പ്രഖ്യാപിച്ചതുപോലെ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പ്രഖ്യാപിച്ചതുപോലെ 100 സീറ്റുകളിൽ ഐതിഹാസികമായ വിജയം നേടി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഹാലിളകിയിരിക്കുന്നു. 3ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് സ്വപ്നം കണ്ട് മുന്നോട്ട് പോയിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്കും പിണറായി വിജയനും ഈ വിജയം അത്ര അങ്ങോട്ട് നയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ടായ ഈ മഹാവിജയം, ഈ വിജയത്തെ പരിഹസിക്കാൻ, ഈ ജനവിധിയെ അംഗീകരിക്കാതിരിക്കുവാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി പിണറായി വിജയൻ രംഗത്തിറക്കിയിരിക്കുന്ന ആരൊക്കെയാണ്? AK ബാലനെ, സജി ചെറിയാനെ, അവരൊക്കെ വിഷം തുപ്പുന്ന വർഗീയത പറഞ്ഞുകൊണ്ട് നമുക്ക് ലഭിച്ച ഈ ചരിത്ര വിജയത്തെ അത് കെട്ടിക്കാണിക്കുവാനും അത് വർഗീയതയിൽ മൂടിവെക്കുവാനും ശ്രമിക്കുകയാണ്. ശ്രീ പിണറായി വിജയന്റെ വർഗീയ പ്രീണനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി അവസരവാദമായ നിലപാടുകളാണ് കാലാകാലം സ്വീകരിച്ചിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിൽ ന്യൂനപക്ഷങ്ങളുടെ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു, മറ്റൊരു ഘട്ടത്തിൽ ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്നു. ഇങ്ങനെ കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ചും പിണറായി വിജയന്റെ കാലത്തും അവസരവാദമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് തനിക്ക് അനുകൂലമായും CPM-ന് അനുകൂലമായും ഭൂരിപക്ഷ വർഗീയതയെ അനുകൂലമാക്കുവാൻ, അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയെ അനുകൂലമാക്കി അധികാരം നേടുവാൻ ശ്രമിച്ചിട്ടുള്ള ഒരു നേതാവാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ അനുയായികളെ അദ്ദേഹം രംഗത്തിറക്കുന്നു എന്നുള്ളതാണ്. കേരളം പോലെയുള്ള മതേതരത്തിന് പേര് കേട്ട, മതസൗഹാർദ്ദത്തിന് പേര് കേട്ട ഒരു സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആ മുന്നണിയുടെ നേതാവ് ഈ സംസ്ഥാനത്ത് വർഗീയ വിഷം ആളിക്കത്തിച്ച്, വർഗീയത ആളിക്കത്തിച്ച്, വർഗീയ വിഷം കുത്തിവെച്ച് കേരളത്തിലെ ജനങ്ങളെ വിഭജിക്കുവാനും കേരളത്തിലെ ജനങ്ങളെ വിവിധ തട്ടുകളിലാക്കിക്കൊണ്ട് വീണ്ടും അധികാരത്തിൽ വരുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്താണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിധി? 20-18 നിയോജകമണ്ഡലങ്ങളിൽ
ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചു. അതിനുശേഷം അതിനു മുമ്പ് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ വിജയം കൈവരിച്ചു. തുടർന്ന് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ഒരിക്കലും നമുക്ക് ലഭിക്കാത്ത വിജയമാണ് ലഭിച്ചത്. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെട്ട ഒരു മുന്നണിയാണ് കേരളം ഭരിക്കുന്നത്. ജനവിശ്വാസം നഷ്ടപ്പെട്ട ഒരു മുന്നണിയാണ് കേരളം ഭരിക്കുന്നത്. കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ കനത്ത തിരിച്ചടി നേരിട്ട ഒരു ഭരണമാണ്, ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. 3 മാസം കഴിഞ്ഞ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സെന്താണെന്ന് ആർക്കും വായിക്കാൻ കഴിയും. ഈ ജനവിധിയെ മറികടക്കുവാനും ഈ ജനവിധി മറികടന്നുകൊണ്ട് വീണ്ടും എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരുവാൻ വേണ്ടി പിണറായി വിജയൻ നടത്തുന്ന രാഷ്ട്രീയമായ ചൂതാട്ടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ കേരളത്തിൽ അത് വിലപ്പോകുമോ? കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുമോ? കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ അടുത്ത 5 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിക്കേണ്ടത് UDF ആണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഭരണം, ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാത്ത ഒരു ഭരണം, കൃഷിക്കാരെ വഞ്ചിച്ച ഗവൺമെന്റ്, അതുപോലെ തന്നെ മലയോര കർഷകരെ വഞ്ചിച്ച വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് പാവപ്പെട്ട കർഷകരെയും മലയോര നിവാസികളെ രക്ഷിക്കാൻ കഴിയാത്ത ഗവൺമെന്റ്, ആരോഗ്യരംഗം തകർന്നു, വിദ്യാഭ്യാസ രംഗം തകർന്നു. എല്ലാ രംഗത്തും ഈ സർക്കാർ ഒരു സമ്പൂർണ്ണ പരാജയമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സർക്കാർ ആശുപത്രികളിൽ എങ്ങനെ നമുക്ക് ചെല്ലാൻ കഴിയും? അവിടെ ചെല്ലുന്ന രോഗികൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കാർഷിക മേഖലയിൽ കൃഷിക്കാരോടുള്ള അവഗണന നമുക്ക് കണ്ടു. നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന നെൽകൃഷിക്കാരുടെ നെല്ല് സംഭരിക്കുവാനോ സംഭരിച്ച നെല്ലിന് വില കൊടുക്കുവാനോ കഴിയാത്ത ഒരു ഗവൺമെന്റല്ലേ കേരളം ഭരിക്കുന്നത്. ഈ രാജ്യത്തെ പട്ടികജാതി, ഈ സംസ്ഥാനത്ത് അടിസ്ഥാന വർഗങ്ങളായ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് ഏതെങ്കിലും വിലയുണ്ടോ? വിദ്യാർത്ഥികൾക്ക് ലംസം ഗ്രാന്റ് കൊടുക്കുന്നുണ്ടോ? അവിടെ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ടോ? അവരുടെ ഭവന പദ്ധതി പൂർത്തിയാക്കുവാൻ ഇവർ കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാ മേഖലയിലും പരാജയപ്പെട്ട എല്ലാ മേഖലയിലും പരാജയം മാത്രം സമ്മാനിച്ച ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. ഖജനാവ് കാലിയാണ്. നിത്യദാന ചെലവിന് പോലും നിവൃത്തിയില്ല. സർക്കാർ ജീവനക്കാരെ വഞ്ചിച്ചു. ശമ്പള പരിഷ്കരണം ഇപ്പോൾ നടത്തുമെന്ന് പ്രഖ്യാപിക്കുന്നു. DA കുടിശ്ശിക കൊടുക്കുമെന്ന് പറയുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഒരു പടിവാതിൽ വന്നു നിൽക്കുമ്പോഴാണ് സർക്കാർ ജീവനക്കാരെ കുറിച്ച് ഈ ഗവൺമെന്റ് ആലോചിക്കുന്നത്, DA കുടിശ്ശികയെ കുറിച്ച് ആലോചിക്കുന്നത്. അങ്ങനെ ജനങ്ങളിൽ ഒറ്റപ്പെട്ട് വാഗ്ദാനങ്ങൾ ലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്, ഈ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങൾ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. അതിനെ മറികടക്കുവാൻ വേണ്ടിയുള്ള വർഗീയ പ്രീണനവും അതുപോലെ തന്നെ വർഗീയ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തിൽ വീണ്ടും ഒരു 3ാം പിണറായി സർക്കാർ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ അധികാരത്തിൽ വരാനുള്ള നീക്കങ്ങൾ മലർപ്പൊടിക്കാനുള്ള സ്വപ്നം മാത്രമേ എന്നെനിക്ക് പറയാൻ കഴിയുള്ളൂ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായും ഈ മഹാപഞ്ചായത്ത് ഒരുപക്ഷേ കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ജനപ്രതിനിധികൾ ഇവിടെ സമ്മേളിക്കുന്നത്. ഈ ജനപ്രതിനിധികൾ നിങ്ങൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ അവിഭാജ്യ ഘടകങ്ങളാണ്. വരുന്ന 5 വർഷക്കാലം നാടിന്റെ വികസനത്തിൽ പങ്കാളിയാകുവാനും നാട്ടിലെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും നിങ്ങളുടെ പഞ്ചായത്തുകളിലും നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിലും അവർക്ക് ആശ്വാസം എത്തിക്കുവാനും കഴിയണം. പഞ്ചായത്ത് ഭരണമാകെ കുത്തഴിഞ്ഞത് പിണറായി വിജയന്റെ ഗവൺമെന്റ് കാലത്ത് നമ്മുടെ സംസ്ഥാനത്തെ പഞ്ചായത്ത് ഭരണവും അതോടൊപ്പം തന്നെ നഗരസഭാ ഭരണമെല്ലാം കുത്തഴിഞ്ഞ ഒന്നായി മാറിയിരിക്കുന്നു. ഫണ്ട് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ വികസന പദ്ധതികളൊന്നും ഇവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആവശ്യമായ ഫണ്ട് പോലും കൊടുക്കുവാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കേന്ദ്രത്തെ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചിരിക്കുന്നു. റാംജി എന്ന പുതിയ പദ്ധതിയുമായി അവർ രംഗത്ത് വന്നിരിക്കുകയാണ്. തീർച്ചയായും മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി വിജയകരമായി നടപ്പാക്കുന്നതിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ പങ്ക് വഹിച്ചു. ലക്ഷക്കണക്കിന് വരുന്ന നമ്മുടെ സഹോദരിമാർക്ക് തൊഴിൽ കൊടുക്കുന്നതിന് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ വലിയ പങ്ക് വഹിച്ചു. തീർച്ചയായും ആ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിച്ചുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആ നിയമത്തെ മാറ്റിമറിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആശാ വർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, അതുപോലെയുള്ള സമൂഹത്തിന്റെ താഴെത്തട്ടിൽ പണിയെടുക്കുന്ന പാവപ്പെട്ടവർക്ക് ഒരാശ്വാസം നൽകുവാൻ ഈ 2 സർക്കാരുകളും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. കേന്ദ്ര സർക്കാർ ഈ രാജ്യത്തെ കുത്തകളെയും അതുപോലെ കോർപ്പറേറ്റുകളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുമ്പോൾ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കേന്ദ്ര സർക്കാരും കേരളത്തിൽ
ഈ സംസ്ഥാനത്ത് സമ്പന്നന്മാർക്ക് വേണ്ടിയും അതുപോലെ തന്നെ അവർക്ക് താല്പര്യമുള്ളവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. അതുകൊണ്ട് ഈ രണ്ട് ഗവൺമെന്റുകളും ജനവിരുദ്ധ ഗവൺമെന്റുകളാണ്, ജനദ്രോഹ ഗവൺമെന്റുകളാണ്. നാടിനു വേണ്ടി ഒന്നും ചെയ്യാത്ത ഈ രണ്ട് ഗവൺമെന്റുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ വിധി നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നിങ്ങളെ അനുമോദിക്കുവാൻ, നിങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കുവാൻ, നിങ്ങൾക്ക് പിന്തുണ നൽകുവാൻ വേണ്ടി രാജ്യത്തിന്റെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ്, നമ്മുടെ ആരാധ്യനും പ്രിയങ്കരനുമായ ശ്രീ രാഹുൽ ഗാന്ധി ഇവിടേക്ക് വരുന്നു എന്ന് പറയുന്നത് തീർച്ചയായും നമുക്ക് ലഭിക്കുന്ന വലിയൊരു അംഗീകാരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരെയും ജനപ്രതിനിധികളെയും അതുപോലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരെയും അനുമോദിക്കുവാനും അഭിവാദ്യം അർപ്പിക്കുവാനും നമ്മുടെ പ്രിയങ്കര ജനാധിപത്യത്തിന്റെ കാവലാളായ വർഗീയ ഫാസിസത്തിനെതിരായ അതിശക്തമായ പോരാട്ടം നടത്തുന്ന, പാർലമെന്റിനകത്തും പുറത്തും രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന, ജനാധിപത്യവും മതേതരത്വം നിലനിർത്തുവാൻ, ഭരണഘടന സംരക്ഷിക്കുവാൻ വേണ്ടി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ആരാധ്യനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹം നിങ്ങളെ അഭിവാദ്യം ചെയ്യുവാനും ആശംസകൾ അർപ്പിക്കുവാനും കടന്നു വരുമ്പോൾ തീർച്ചയായും അത് നമുക്ക് ആവേശം പകരുന്നു, നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ പ്രവർത്തനത്തിലൂടെ ഐക്യ ജനാധിപത്യമുള്ള ഗവൺമെന്റ് അധികാരത്തിൽ കൊണ്ടുവരാൻ നമുക്ക് ശക്തി പകരുന്ന, ഊർജം പകരുന്ന ഒരു സമ്മേളനമായി ഈ മഹാപഞ്ചായത്ത് മാറും. ഈ സമ്മേളനത്തിൽ രാഹുൽജിയുടെ സാന്നിധ്യം നമുക്ക് ആവേശം പകരുമെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട്, നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഒരു വാക്കുകൾ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.